قلوب العارفين لها عيون ترى ما لا يراه الناظرون. നമ്മുടെ സാധാരണ കണ്ണുകൾക്കപ്പുറമുള്ള കണ്ണുകൾക്കുള്ള ഒരു മറയുണ്ടല്ലോ, ആ ഹിജാബിനെ ആ ഹിജാബിനെ പടച്ചറബം ഉയർത്തിക്കൊടുത്താൽ എങ്ങനെയാണ്? ഒരിക്കൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ ഒരാൾ വന്നല്ലോ. കണ്ണിയത്തോരെ അടുക്കൽ ഈ വാഴക്കാട് വന്നു. എന്നിട്ടോ ഉസ്താദിന്റെ വീട്ടിൽ വന്നു. ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ വന്നതാണ്. ഉസ്താദ് ദ്വാർന്നു കൊടുത്തു. ഇജാബത്തുണ്ടായി. വലിയ ഇജാബത്താണ് ഉസ്താദിന്റെ ദുആ. അത് നമ്മൾ പലതവണ കേട്ടതാണ്, പലതവണ നമ്മൾ പറഞ്ഞതാണ്. കണ്ടില്ലേ, മമ്പാട് പ്രദേശത്തുള്ള ചില ആളുകൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ തേടി വന്നു. എന്തിനു വരെ കൂടെ നിൽക്കുന്നു, എന്തിനിതിന്റെ പിന്നിൽ നിൽക്കുന്നു, എന്തിന് ഈ മഹാന്മാരോട് മഹബത്ത് വെക്കുന്നു? മമ്പാടുള്ള ചില ആളുകൾ വന്നു, വാഴക്കാട് വന്നു. എന്തിന്? കണ്ണിയത്ത് ഉസ്താദിനെ ഒരു ദിവസം നാട്ടിലേക്ക് ദ്വാരക്കാൻ വിളിക്കാനാണ്. എന്തിനാ ദുആ ചെയ്യേണ്ടത്? നാട്ടില് മഴയില്ല, വല്ലാത്ത വരൾച്ചയാ. ഈ വരൾച്ച തുടർന്നു പോയാൽ കൃഷി നശിക്കുമെന്നുറപ്പാ. അതോടുകൂടെ അടുത്ത വർഷത്തേക്കുള്ള ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ക്രൈസിസ് കടന്നു വരുമെന്നവർക്കറിയാം. അതുകൊണ്ട് അവര് വാഴക്കാട്ടേക്ക് വന്നു. ജമാഅത്തിന്റെ ആളുകളുണ്ട്, മഹല്ലെ ആളുകളുണ്ട്, പ്രവർത്തകരായ എല്ലാവരും വന്നു. സാധേ ഒരു ദിവസം ഞങ്ങളെ നാട്ടിൽ വരണം. സാധു പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം വരാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്തേ ചെയ്യേണ്ടത്? ഞാൻ അവിടെ വരുന്ന ദിവസമുണ്ടല്ലോ, അന്ന് നിങ്ങളുടെ വീട്ടിലുള്ള മൃഗങ്ങളുണ്ടല്ലോ, നാൽക്കാലികളുണ്ടല്ലോ, അവയെല്ലാം കെട്ടഴിച്ചു കൊണ്ടുവന്ന് എവിടെ വെച്ചാണോ നമ്മൾ ദുആ ചെയ്യുന്നത് ആ സദസ്സിന്റെ ചുറ്റും നിങ്ങൾ കൊണ്ടുവന്ന് കെട്ടിയിടണം. എന്ത് ചെയ്യണം? എവിടെ വെച്ചാണോ നമ്മൾ ദുആ ചെയ്യുന്നത് ആ സദസ്സിന്റെ ചുറ്റുഭാഗത്തും നിങ്ങൾ നാൽക്കാലികളെ കൊണ്ടുവന്ന് കെട്ടണം. എല്ലാവരും വീട്ടിലുള്ള നാൽക്കാലികളെ കൊണ്ടുവന്നു. മനോഹരമായ മൈതാനത്തിന്റെ ചുറ്റുഭാഗത്ത് കെട്ടിയിട്ടു. ദുആയുടെ നേരമായപ്പോ കണ്ണിയത്ത് ഉസ്താദ് വന്നിറങ്ങി. നേരെ സ്റ്റേജിലേക്ക് അങ്ങ് കയറി ചെന്നു. ചോദിച്ചു ആളുകളോട്, നിങ്ങളൊക്കെ മൃഗങ്ങളെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതേ ഉസ്താദേ. എന്നാ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും കൈയുയർത്തിക്കോ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ആമീൻ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. ശ്രദ്ധയോടുകൂടെ കേൾക്കണേ. ഉസ്താദ് ദുആ ആരംഭിക്കുകയാ. എന്താ ദുആ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സർവരക്ഷിതാവായ അല്ലാഹ് ഈ നാട്ടുകാരനെ വിളിച്ചു കൊണ്ടുവന്നത് ഈ നാട്ടിലെ മഴയില്ലാഞ്ഞിട്ടാ. ഇവർ വലിയ പ്രയാസത്തിലാണല്ലോ. പടച്ചോനെ, നിനക്കറിയാമല്ലോ റബ്ബേ. കണ്ണിയത്ത് അഹമ്മദിന് ബുദ്ധി വെച്ച കാലം മുതൽ ഇത് കേൾക്കുമ്പോഴാ നമ്മുടെ കൽബ് പൊട്ടേണ്ടത്. ആ മനുഷ്യൻ ആ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്ത ദുആയാണ്. അല്ലാഹ്, നിനക്കറിയാമല്ലോ റബ്ബേ, കണ്ണിയത്ത് അഹമ്മദിന് ബുദ്ധി വെച്ച കാലം മുതൽ നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്തില്ലല്ലോ അല്ലാഹ്. ഈ ചുറ്റുഭാഗത്ത് കെട്ടിയ മൃഗങ്ങളുണ്ടല്ലോ റബ്ബേ, നാൽക്കാലികളല്ലേ റബ്ബേ, അവക്ക് ബുദ്ധിയില്ലല്ലോ അല്ലാഹ്. അവ നിനക്ക് തെറ്റ് ചെയ്യാറില്ലല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. ഈ നാട്ടുകാർക്ക് മഴ നൽകണേ അല്ലാഹ്. ആ ദുആ പൂർത്തിയായില്ല. ആകാശത്ത് നിന്ന് മഴ പെയ്തിട്ടാണ് ആ മമ്പാട് പ്രദേശത്ത് ദുആക്ക് വന്നവരെല്ലാം പിരിഞ്ഞു പോയത്. ആ നാട്ടിൽ ഇന്നും ആ അനുഭവ സാക്ഷികൾ, ആ സാക്ഷികളുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന നാടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്തജാബു ദുആയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവമായത്. എന്തേ മഹത്തുക്കളുടെ മഹാനായ കണ്ണിയത്തോരെ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു ഭാഗമാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ ഈ മുതലാളിയായ ആള് വന്നു. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അയാളെ മുറാദൊക്കെ ആസിലായി. ഇയാൾ തിരിഞ്ഞുപോയി. പിന്നൊരു ദിവസം അയാൾ വലിയൊരു സംഖ്യ പൈസ ഉണ്ടാ വരുന്നത്. എന്തിന്? കണ്ണിയത്ത് ഉസ്താദിനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കാശ് നീട്ടി മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, ഈ പൈസ എനിക്ക് വേണ്ട.
എനിക്കിപ്പോ അൽഹംദുലില്ലാ നല്ല പൈസ ഉണ്ട്, എനിക്കിപ്പോ പൈസ വേണ്ടെന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് ആ പൈസ മടക്കി. ഇയാള് ദ്വാർപ്പിക്കാൻ വന്ന് ദ്വാക്ക് ഇജാബത്തൊക്കെ കിട്ടിയ സന്തോഷത്തില് കുറച്ച് പൈസ കൊണ്ടേ കൊടുത്തതാണ്. ഉസ്താദ് പറഞ്ഞു ഈ പൈസ എനിക്ക് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മടങ്ങിപ്പോയി ആ പണവുമായി. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ശിഷ്യൻ ചോദിച്ചു, ഉസ്താദിനിപ്പോ പൈസ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ, ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ, പിന്നെ എന്തേ ആ പണം മടക്കി അയച്ചതെന്തേ? അപ്പൊ പറഞ്ഞു, അതിൽ ഞാൻ പലിശയുടെ മണം മണക്കുന്നുണ്ട്, എനിക്ക് ആ പണത്തിൽ നിന്ന് പലിശയുടെ മണം ലഭിക്കുകയാ. ആ പണത്തിന്റെ നോട്ടുകെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു പലിശയുടെ മണം ഞാൻ അനുഭവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ശിഷ്യൻ പറയാണ്, ഞാൻ നേരെ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പോയി, എന്നിട്ട് ഈ വന്ന മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോ നാട്ടില് വട്ടിപ്പലിശക്ക് കൊടുക്കുന്നയാളാണ്. ഇതെങ്ങനെ അറിഞ്ഞു? ഇതാണ് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാദിറൂന. നമുക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മഹത്തുക്കളായ ആളുകൾ അവരുടെ കണ്ണുകളിലൂടെ കണ്ടു എന്നതാണ്, അകക്കണ്ണിലൂടെ കണ്ടു എന്നതാണ്. എന്റെ തൂത എന്ന പ്രദേശത്ത് ഇന്ന് താമസിക്കുന്ന സയ്യിദ് അലവി എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഈ സംഭവം എന്നോട് പറഞ്ഞിട്ടൊരു കൊല്ലമായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തെളിവ് സഹിതം പറയാം. നിങ്ങൾക്ക് അയാളോട് വന്ന് ചോദിക്കുകയുമാവാം. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ മകന്റെ തന്റെ വീടിന്റെ പ്ലാൻ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു വീടിന്റെ പ്ലാന് വരച്ചു. ആ പ്ലാനുമായി പാണക്കാട് വന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ, ഇതിന് വല്ല കുഴപ്പമുണ്ടോ? തങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. ഇയാൾക്കൊരു എന്നാലും ഒരു മനസ്സിലൊരു റാഹത്തായില്ല. പെട്ടെന്ന് അങ്ങ് പിരിച്ചയച്ചാൽ അങ്ങനെയാണല്ലോ, മരുന്നെഴുതാത്ത ഡോക്ടർമാരോട് രോഗികൾക്കൊരു വെറുപ്പാൻ. മൂപ്പർക്ക് ചികിത്സിക്കാൻ അറിയില്ല എന്നാ പറയാ. വലിയ മരുന്ന് എഴുതുന്ന ഡോക്ടർമാരെ ഭയങ്കര ഇഷ്ടമാണ്. തീരെ മരുന്ന് എഴുതിയില്ലെങ്കിൽ മൂപ്പർക്ക് എന്റെ രോഗം കണ്ടെത്താനായിട്ടില്ല എന്നാ പറയാം. അങ്ങനെ ഒരു ബേജാറാണല്ലോ. ഈ മനുഷ്യൻ പറയാൻ, എനിക്കൊരു സങ്കടം. ഞാൻ പാണക്കാട്ടെന്ന് മോനോട് പറഞ്ഞു, മോനെ നമുക്ക് ഏതായാലും പറപ്പൂര് മാവിടി സാഹിന്റെ അടുത്തും കൂടി ഒന്ന് പോയേക്കുക, പറപ്പൂര് മാപ്പിട്ടി മുസ്ലിയാരുടെ അടുക്കൽ ഒന്ന് പോയേക്കുക, മൂപ്പരെന്ന് കാണിച്ചു കൊടുത്താലും മൂപ്പര് ഇതിലൊരു അഭിപ്രായം പറയല്ലോ എന്ന്. നേരെ ആ പ്ലാനും പിടിച്ചിട്ട് ഈ മനുഷ്യൻ ബാപ്പുട്ടി ഉസ്താദിന്റെ അടുക്കലാണ് കയറി വന്നു. അപ്പൊ പറഞ്ഞു, അദ്ദേഹം പറയാൻ, ഞാൻ ഇങ്ങോട്ട് ഉള്ളിൽ കത്തിപ്പോയി. അയാൾ പറയാം, നിങ്ങൾ ആ മനുഷ്യനും നേരിട്ട് ഞാൻ സംസാരിച്ചതാ, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അദ്ദേഹം പറയാണ്, ഞാൻ നേരെ പറപ്പൂര് വന്നു ബാപ്പുട്ടി ഉസ്താദിന്റെ അടുക്കൽ. ഉസ്താദിന്റെ റൂമിലേക്ക് കയറിയിട്ട് ഈ പ്ലാന് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, പാണക്കാട്ടെന്ന് എന്താണോ പറഞ്ഞത് അതന്നെയാണ് ഇതിൽ പറയാനുള്ളത്, വേറൊന്നും പറയല്ല, നിങ്ങൾ പൊയ്ക്കോൾ എന്ന് പറഞ്ഞു. എന്താണോ ഈ വിഷയത്തിൽ അവിടെ നിന്ന് പറഞ്ഞത് അതുതന്നെയാ പറപ്പൂരൊന്നും പറയാനുള്ളത്, അതുതന്നെയാണ്, നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ, ഇതന്നെയാണ് നല്ല പ്ലാന്, ഇത് കൊണ്ടുപോയിട്ട് വീട് കയറ്റിക്കോളി. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ഇത് എന്നോട് പറഞ്ഞതാ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഹൃദയം തുറക്കാൻ അവർ ചെയ്ത ഒന്നാമത്തെ മാർഗം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തില്ലല്ലോ, കറകളഞ്ഞ ജീവിതമായി എന്നതാണ്. ജീവിതത്തിൽ തെറ്റുകൾ പരമാവധി തിരുത്തി മാറ്റി നിർത്തി എന്നതാണ്. തിന്മകളിൽ നിന്ന് വിദൂരം പാലിച്ചു എന്നതാണ്. മഹത്തുക്കളായ മഹാന്മാർ നമ്മൾക്ക് കാണിച്ചു തന്ന വഴി എന്താ? പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ അവർ നമുക്ക് വഴി കാണിക്കുകയാണ്.